ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കോൺഷ്യസ് ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കോൺഷ്യസ് ബോൾസ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യം നമുക്കൊന്ന് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് ഗ്രേറ്റഡ് പൊട്ടാറ്റോസ്, മോസറല്ല ചീസ്, കോൺഫ്ലവർ, സ്വീറ്റ് കോൺ, ജിഞ്ചർ പേസ്റ്റ്, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കാണുന്നൊരു പരുവമായാൽ നമുക്ക് ഈ മിക്സ്ചർ ഈക്വൽ സൈസ് ബോൾസായി ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ക്വാണ്ടിറ്റി വെച്ച് ഇതുപോലത്തെ 19 ബോൾസ് നമ്മൾക്ക് കിട്ടും. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്സ്, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇറ്റാലിയൻ സീസണിങ്സ് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസും ആവാൻ പാടില്ല, ഒരുപാട് തിക്കും ആവാൻ പാടില്ല. അതാണ് പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. എന്നാലേ ചീസ് കോൺ ബോൾസിലെല്ലാം നല്ല രീതിയിൽ കോട്ടായി കിട്ടുള്ളൂ. ചീസ് കോൺ ബോൾസ് എങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ നമുക്കൊന്ന് നോക്കാം. ഒരു ചീസ് കോൺ ബോൾ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ സ്ലറിയിലിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഡീപ്പ് ആൻഡ് വൈഡ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഇത്തിരി ബ്രെഡ് ക്രംസ് എടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊട്ടുകയോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ചീത്തയാവുകയോ ഇല്ല. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. ഡബിൾ കോട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ കോട്ടിംഗ് ചെയ്യുന്നത് കാരണം ചീസ് കോൺ ബോൾസ് നല്ല ക്രിസ്പിയായി കിട്ടും. ഇതേ മെത്തേഡ് യൂസ് ചെയ്ത് എല്ലാ ചീസ് കോൺ ബോൾസും നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ചൂടായ ഒരു പാനിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾക്ക് ഓരോ ചീസ് കോൺ ബോൾസായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസ് കോൺ ബോൾസ് ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറിച്ചിട്ട് അടുത്ത സൈഡും നല്ല രീതിയിലൊന്ന് മൊരിച്ചെടുക്കാം. അധികം വേവ് വേണ്ടാത്തത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. എല്ലാ സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ടിഷ്യൂ പേപ്പർ ലൈൻ ചെയ്ത ഒരു പാത്രത്തിലേക്ക് വറുത്ത് കോരാം. Now let's plate our cheese corn balls. ഇത് നല്ല ചൂടോട് കൂടി കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഈ റെസിപ്പി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുതേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ആൻഡ് ബൈ.